ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ഒക്ടോബർ 17-ാം തീയതി മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ 4 സിനിമകളുടെ അഭിപ്രായ റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യമേ മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ പാതിരാത്രി എന്ന സിനിമ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണ്. സൗബിൻ, നവ്യ നായർ തുടങ്ങിയവർ അഭിനയിച്ച സിനിമയ്ക്ക് പ്രതീക്ഷ ലെവൽ അഭിപ്രായങ്ങളെയല്ല തിയേറ്ററുകളിൽ ലഭ്യമായത്. ത്രില്ലർ സിനിമയ്ക്ക് ആവറേജ്, ബിലോ ആവറേജ്, നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് കൂടുതൽ പ്രേക്ഷകരിൽ നിന്ന് ആദ്യ ദിവസം തന്നെ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇനി തമിഴിലേക്ക് വരികയാണെങ്കിൽ തമിഴിൽ നിന്നും ഇന്ന് 3 സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സിനിമ ഡ്യൂഡ് എന്ന സിനിമയാണ്. പ്രദീപ് രംഗനാഥൻ, മമിത ബൈജു തുടങ്ങിയവരൊക്കെ അഭിനയിച്ച സിനിമ ഒരു റോം കോം എന്റർടൈനർ സിനിമയാണ്. ഫെസ്റ്റിവൽ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ എന്റർടൈനർ സിനിമയ്ക്ക് ഒരു ക്ലീൻ പോസിറ്റീവ് അഭിപ്രായം ലഭ്യമായില്ല എങ്കിൽ പോലും ആവറേജ്, ബോ ആവറേജ്, ഡീസന്റ് പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞതോടെ ബുക്ക് മൈ ഷോയിലടക്കം സിനിമയ്ക്ക് ബുക്കിംഗിന്റെ കാര്യത്തിൽ തൂക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അവസാനത്തെ മണിക്കൂറിലെ ടിക്കറ്റ് വിൽപ്പന നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. എന്നാൽ ഡ്യൂഡ് എന്ന സിനിമയെ കടത്തിവെട്ടി ഇന്നൊരു സിനിമ എന്ന നിലയിൽ ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്തിരിക്കുന്നത് തമിഴിൽ നിന്നുള്ള ബൈസൺ എന്ന സിനിമയാണ്. ധ്രുവ് വിക്രം, മലയാളത്തിൽ നിന്നും ലാൽ, രജീഷ വിജയൻ, അനുപമ പരമേശ്വരൻ തുടങ്ങിയവർ അഭിനയിച്ച സിനിമയിലെ പശുപതിയുടെ പ്രകടനത്തിനാണ് ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായിരിക്കുന്നത്. മാരി സെൽവരാജിന്റെ സ്ഥിരം പൊളിറ്റിക്സ് എല്ലാം തന്നെ അടങ്ങിയ ഒരു സ്പോർട്സ്, ആക്ഷൻ, ഡ്രാമ, ഇമോഷണൽ വിഭാഗത്തിൽ പെടുന്ന സിനിമയാണ് ബൈസൺ എങ്കിൽ പോലും സിനിമ വളരെ മികച്ച അഭിപ്രായങ്ങളാണ് ആദ്യ ദിവസം തിയേറ്ററുകളിൽ നേടിയെടുത്തിരിക്കുന്നത്. ഇനി അവസാനമായിട്ട് മൂന്നാമത്തെ തമിഴ് സിനിമ ഡീസലിലേക്ക് വരികയാണെങ്കിൽ ചിത്രം ഹരീഷ് കല്യാൺ നായകനായി എത്തിയ ഒരു ആക്ഷൻ ഡ്രാമ സിനിമയാണ്. ഈ ചിത്രമാണ് ഇന്ന് റിലീസായ തമിഴ് സിനിമകളിൽ ഏറ്റവും താഴെ തട്ടിലുള്ള അഭിപ്രായങ്ങൾ നേടിയെടുത്തിരിക്കുന്നത്. ആവറേജ്, ബിലോ ആവറേജ്, നെഗറ്റീവ് അഭിപ്രായങ്ങളെല്ലാം തന്നെയാണ് സിനിമ ആദ്യ ദിവസം നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ തമിഴ് സിനിമകളിലെ വിന്നർ ഏതാണ് എന്ന് ചോദിച്ചാൽ അഭിപ്രായങ്ങളുടെ കാര്യത്തിൽ ബൈസൺ എന്ന സിനിമ തന്നെയാണ് ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്തിരിക്കുന്നത്. മാരി സെൽവരാജ് സിനിമകൾ ഇഷ്ടമുള്ളവർക്ക് ഈ സിനിമ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാവുന്നതാണ്. എന്നാൽ ദിവാലി നാളുകളിൽ എന്റർടൈനർ സിനിമകൾ കാണാൻ താല്പര്യമുള്ളവർക്ക്, ഒപ്പം തന്നെ അടിച്ചുപൊളി സിനിമകൾ കാണാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഡ്യൂഡ് എന്ന സിനിമ തന്നെയായിരിക്കും പറ്റുക. ആ നിരീക്ഷണം ശരിവയ്ക്കുന്ന രീതിയിൽ ഡ്യൂഡ് എന്ന സിനിമ തന്നെയാണ് ബുക്കിംഗിന്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ ആദ്യ ദിവസം തന്നെ കത്തിക്കേറുന്നത്. ഇനി ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക് അതറിയുവാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.